തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ദീർഘാവധിക്ക് നിയന്ത്രണം. ആശുപത്രി ആവശ്യത്തിനല്ലാതെ മറ്റൊന്നിനും ദീർഘാവധി അനുവദിക്കില്ല എന്ന് മന്ത്രി എം വി രാജേഷ് നിർദ്ദേശം നൽകി. ഉത്തരവാദിത്തരഹിതമായി അവധിയെടുക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇപ്പോൾ ചിലരുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രവണത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കൃത്യമായി ജോലി ചെയ്യാതിരിക്കുക, ലീവ് എടുത്ത് പോവുക. ഇപ്പോൾ 3 മാസം വരെ ലീവ് എടുത്താലാണ് പകരം നിയമനം നടത്താൻ പറ്റുക. ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 1 മാസം ലീവ് എടുക്കും, പിന്നെ 2 ദിവസം വന്ന് ജോലി ചെയ്യും, വീണ്ടും ലീവ് എടുക്കും. ഇങ്ങനെ നിരുത്തരവാദപരമായിട്ട് പെരുമാറുന്നവരുണ്ട്. അത് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെ, പദ്ധതി നടത്തിപ്പിനെയൊക്കെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഹോസ്പിറ്റലൈസേഷൻ്റെ പേരിലല്ലാതെ മറ്റൊരു തരത്തിലും ലീവ് അനുവദിക്കരുത് എന്നത്. അത്തരത്തിലുള്ള ദീർഘമായ ലീവുകളെല്ലാം റദ്ദാക്കാൻ പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. അഖിൽ ഷാ സാർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. അഖിൽ ഷാ, ഇങ്ങനെയൊരു പ്രത്യേക നിർദ്ദേശമായി ഇറക്കേണ്ടി വന്നതിൻ്റെ സാഹചര്യം അത് മന്ത്രി വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ് അഖിൽ ഷാ സാർ? LSGD അദാലത്തുമായി ബന്ധപ്പെട്ട ഇന്ന് മന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന വീഴ്ചയെക്കുറിച്ച് അദ്ദേഹം രൂക്ഷമായ ഒരു പ്രതികരണം നടത്തിയത്. ഏറ്റവും പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചൊരു വിഷയം, ഈ ഉദ്യോഗസ്ഥർ, ഈ തദ്ദേശ വകുപ്പിലെ ഉദ്യോഗസ്ഥരിൽ പലരും ഇത്തരത്തിൽ ദീർഘനാൾ അവധിയെടുത്ത് പോകുന്നു. 2-3 ദിവസം വീണ്ടും തിരിച്ചെത്തിയതിനു ശേഷം വീണ്ടും ലോങ് ലീവ് എടുത്ത് പോകുന്ന ചില സാഹചര്യങ്ങൾ തദ്ദേശ വകുപ്പിലുണ്ട്. അതിനി ഒരിക്കലും വെച്ചു കുറിപ്പിക്കില്ല എന്നുള്ളൊരു കാര്യമാണ് മന്ത്രി ഇന്ന് വ്യക്തമാക്കിയത്. അത്തരത്തിലുള്ള മുഴുവൻ ലീവുകളും റദ്ദ് ചെയ്യണം എന്നുള്ള നിർദ്ദേശവും തദ്ദേശ വകുപ്പിന് നൽകിയിട്ടുണ്ട്. അത് കൃത്യമായി പാലിക്കണം എന്നുള്ള കാര്യം അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. മറ്റ് ആശുപത്രി ആവശ്യങ്ങൾക്കായുള്ള ലീവുകൾ മാത്രമേ, അല്ലെങ്കിൽ ന്യായമായ ആവശ്യങ്ങൾക്കുള്ള ലീവുകൾ മാത്രമായിരിക്കും ഇനി നൽകുക എന്നുള്ള കാര്യമാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഉത്തരവാദിത്തരഹിതമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യവും മന്ത്രി ഈ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, അഖിൽ ഷാൻ സാർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത്.